വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരായിരുന്നു? എ. ശ്രീമൂലം തിരുനാൾ, ബി. ശ്രീ ചിത്തിര തിരുനാൾ, സി. റാണി സേതു ലക്ഷ്മിബായി. ആൻസർ സി. റാണി സേതു ലക്ഷ്മിബായി. തന്നിരിക്കുന്നവയിൽ റാണി സേതു ലക്ഷ്മിബായുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? എ. ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിച്ചു, ബി. കുണ്ട്ര കളിമൺ ഫാക്ടറി രൂപം കൊണ്ടു, സി. മക്കത്തായം കൊണ്ടുവന്നു. ആൻസർ എയും സിയും. തന്നിരിക്കുന്നവയിൽ റാണി സേതു ലക്ഷ്മിബായുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? എ. ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് രൂപം കൊണ്ടു, ബി. ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് രൂപം കൊണ്ടു, സി. മൃഗബലി നിരോധിച്ചു. ആൻസർ സി മാത്രം. മുഴുവൻ സമയവും തിരുവിതാംകൂറിൽ ദിവാൻ പദവി കൈകാര്യം ചെയ്ത ആദ്യ ഹൈന്ദവ ഇതരനായ വ്യക്തി ആരാണ്? എ. ജോർജ് പോണി, ബി. എം. ഇ. വാട്സ്, സി. മുഹമ്മദ് ഹബീബുള്ള. ആൻസർ ബി. എം. ഇ. വാട്സ്. ഹിരണ്യഗർഭം എന്ന പരമ്പരാഗത കിരീടധാരണം ഒഴിവാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? എ. ചിത്തിര തിരുനാൾ, ബി. ആയില്യം തിരുനാൾ, സി. റാണി സേതു ലക്ഷ്മിബായി. ആൻസർ എ. ചിത്തിര തിരുനാൾ. തന്നിരിക്കുന്നവയിൽ ശ്രീ ചിത്തിര തിരുനാളിൻ്റെ ഭരണകാലത്ത് രൂപം കൊണ്ടത് ഏതെല്ലാമാണ്? എ. ഫാക്ട്, ബി. കുണ്ട്ര കളിമൺ ഫാക്ടറി, സി. ട്രാവൻകൂർ റബ്ബർ വർക്ക്സ് ആൻഡ് ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്. ആൻസർ ഇവയെല്ലാം. തിരുവിതാംകൂർ ഭൂപണയ ബാങ്ക് സ്ഥാപിതമായത് എന്നാണ്? എ. 1932, ബി. 1936, സി. 1931. ആൻസർ എ. 1932. തിരുവിതാംകൂറിലെ അവർണ, ദളിത്, ആദിവാസി ജനവിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചുകൊണ്ട് ശ്രീ ചിത്തിര തിരുനാളിൻ്റെ പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം എന്നായിരുന്നു? എ. 1936 നവംബർ 10, ബി. 1936 നവംബർ 12, സി. 1936 നവംബർ 1. ആൻസർ ബി. 1936 നവംബർ 12. 1936 ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയ മഹാകവി ആരാണ്? എ. കുമാരനാശാൻ, ബി. വള്ളത്തോൾ, സി. ഉള്ളൂർ. ആൻസർ സി. ഉള്ളൂർ. ക്ഷേത്രപ്രവേശനത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയ കമ്മിറ്റിയുടെ അധ്യക്ഷനായ ദിവാൻ ആരായിരുന്നു? എ. വി. എസ്. സുബ്രഹ്മണ്യ അയ്യർ, ബി. സർ സി. പി. രാമസ്വാമി അയ്യർ, സി. ശേഷയ്യ ശാസ്ത്രികൾ. ആൻസർ എ. വി. എസ്. സുബ്രഹ്മണ്യ അയ്യർ. 1946 പുന്നപ്ര വയലാർ സമരത്തിലേക്ക് നയിച്ച അമേരിക്കൻ മോഡൽ ഭരണഘടന തിരുവിതാംകൂറിൽ അവതരിപ്പിച്ച ദിവാൻ ആരാണ്? എ. വി. എസ്. സുബ്രഹ്മണ്യ അയ്യർ, ബി. സർ സി. പി. രാമസ്വാമി അയ്യർ, സി. പി. ജി. എൻ. ഉണ്ണിത്താൻ. ആൻസർ ബി. സർ സി. പി. രാമസ്വാമി അയ്യർ. സർ സി. പി. രാമസ്വാമിക്ക് ശേഷം ആക്ടിംഗ് ദിവാനായി നിയമിക്കപ്പെട്ടത് ആരെയാണ്? എ. വി. എസ്. സുബ്രഹ്മണ്യ അയ്യർ, ബി. സർ മുഹമ്മദ് ഹബീബുള്ള, സി. പി. ജി. എൻ. ഉണ്ണിത്താൻ. ആൻസർ സി. പി. ജി. എൻ. ഉണ്ണിത്താൻ. തിരുവിതാംകൂറിലെ ദിവാന്റെ ഔദ്യോഗിക വസതിയായിരുന്നത്? എ. കവടിയാർ കൊട്ടാരം, ബി. ഭക്തിവിലാസം, സി. കുതിരാൻ മാളിക. ആൻസർ ബി. ഭക്തിവിലാസം. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ 1. തിരുവിതാംകൂറിൻ്റെ ദേശീയ മുദ്ര വലംപിറ്റി ശംഖാണ്. 2. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനം വഞ്ചീശമംഗളമാണ്. എ. 1 മാത്രം ശരി, ബി. 2 മാത്രം ശരി, സി. 1ഉം 2ഉം ശരിയാണ്. ആൻസർ സി. 1ഉം 2ഉം ശരിയാണ്. സമുദ്രം മറികടന്ന് വിദേശയാത്ര നടത്തിയ ആദ്യ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? എ. ശ്രീ ചിത്തിര തിരുനാൾ, ബി. ശ്രീമൂലം തിരുനാൾ, സി. റാണി സേതു ലക്ഷ്മിബായി. ആൻസർ
എ ശ്രീ ചിത്തിര തിരുനാൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.